വെൽക്കം ടു ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്രകാരമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ആധികാരികമായി വേദപുസ്തകത്തെ അടിസ്ഥാനത്തിൽ തന്നെ മറുപടി തരുവാൻ പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, പ്രേക്ഷകരിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ ചോദിച്ചേക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്, സൃഷ്ടിയോടനുബന്ധിച്ച ഒരു ചോദ്യമാണ്. ഇഫ് പ്രീ ആഡമിക് ഏജ് എക്സിസ്റ്റഡ് ബിബ്ലിക്കലി, ഡസ് ദിസ് മീൻ there was a time lag between the fifth and sixth day of creation? Bible says he created everything in 6 days and then rested. ആദി മനുഷ്യനായ ആദാമിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു എങ്കിൽ ദൈവം ലോകത്തെ സൃഷ്ടിച്ച 5ാമത്തെയും 6ാമത്തെയും ദിവസത്തിന്റെ മധ്യത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം ദൈവം 6 ദിവസം കൊണ്ട് ഭൂമിയും അതിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. 7ാം ദിവസം സ്വസ്ഥനായിരുന്നു എന്ന് ബൈബിളിൽ കാണുന്നു. ഇതിന്റെ വിശദീകരണം എന്താണ്? ഓക്കെ, ഇതിന്റെ വിശദീകരണം നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകൾ വിട്ട ഒരു വിശദീകരണത്തിന് പോകരുത്. തിരുവെഴുത്താണ് നമ്മുടെ അടിസ്ഥാനം. തിരുവെഴുത്ത് വിട്ട ഒരു സ്കോളറുടെയും അല്ലെങ്കിൽ ഒരു ഇന്റർപ്രറ്ററുടെയും ഒരു പുസ്തകമോ അഭിപ്രായമോ എടുക്കത്തില്ല നമ്മൾ. ഓൺലി വാട്ട് ദ സ്ക്രിപ്ചർ സേസ്. സ്ക്രിപ്ചർ സേസ്, തിരുവെഴുത്ത്, ബറഷീത്ത് ബാറ എലോഖീം യെറ്റ് ഹഷമായീം വയറ്റ് ഹറച്ച്. 1ാമത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1:1, ആ ഭൂമി, ആദിയിൽ സൃഷ്ടിച്ച ആ ഭൂമി, 2ാമത്തെ ഭൂമിയല്ല, ആദിയിൽ സൃഷ്ടിച്ച ആ ഭൂമി, ദീർഘവർഷങ്ങളുടെ വ്യതിയാനം കൊണ്ട് തോഹു വ ബോഹു, പാഴും ശൂന്യമായി. ബഹോഷക് അൽപെനിറ്റഹോം, ബഹോഷക് അൽപെനിറ്റഹോം, ഹോഷക് ഇരുള് ആഴത്തിന്റെ മുകളിൽ വന്നു നിന്നു. എന്ന് പറഞ്ഞാൽ ആ ഭൂമി വെള്ളത്തിനടിയിലായി, അതിൻ്റെ മുകളിൽ ഇരുളടഞ്ഞു, അത് പാഴും ശൂന്യമായി. വ റുവാഖ് എലോഖീം മർഹാപ്പറ്റ് അൽ ഹഷമായീം, ദൈവത്തിൻ്റെ ആത്മാവ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുന്ന പോലെ ആ ഭൂമി ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചു. ഓക്കെ, ഇനിയും അടുത്തത്, വ യോമർ എലോഖീം യഖി ഓർ വ യഖി ഓർ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ഭൂമി, 1ാമത്തെ വാക്യത്തിൽ ഭൂമിയെ സൃഷ്ടിച്ചു, 2ാമത്തെ വാക്യത്തിൽ അത് പാഴും ശൂന്യമായി. പക്ഷെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ദ എർത്ത് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി എന്നാക്കി. അപ്പം ഒരു ഇംഗ്ലീഷിൽ ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് ദൈവം സൃഷ്ടിച്ചത് പാഴും ശൂന്യമായൊരു ഭൂമിയാണ് എന്നേ മനസ്സിലാകത്തുള്ളൂ. അത് ഇംഗ്ലീഷ് വായനക്കാരുടെ തെറ്റല്ല, അങ്ങനെയാ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ട്രാൻസ്ലേറ്റ് ചെയ്ത വില്യം ടിൻഡേലിന്റെ തെറ്റാണോ? വില്യം ടിൻഡേൽ തെറ്റല്ല. എന്തുകൊണ്ട്? ഹയേത്ത എന്ന വേർഡിന് ഏതെല്ലാം ലെവൽസ് ഓഫ് മീനിങ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം.
പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഇല്ല. യു ഗോട്ട് ദ പോയിന്റ്. അദ്ദേഹത്തിന് അറിയാതെ മുഴുവൻ. അദ്ദേഹത്തിന് അറിയത്തില്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഹീബ്രു ഗ്രീക്ക് സ്കോളറാണ് വില്യം ടിൻഡേൽ, നമ്മുടെ ആദ്യത്തെ ട്രാൻസ്ലേറ്റർ. അദ്ദേഹത്തിന് അറിയാം. പക്ഷെങ്കിൽ ഈ ഭാഷയിൽ വാക്കിൽ ഇതൊരു ബേബി ലാംഗ്വേജാണ്, ഇതിൽ വേർഡില്ല. പിന്നെ ചെയ്യാൻ കഴിയുന്ന മാക്സിമം എന്താ? വാസ്. ഇനിയാണ് നമ്മൾക്ക് വിട്ടുപോയതിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. വില്യം ടിൻഡേൽ ഈ വാസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ പ്രോസസ്സ് എന്ന് താഴെ ഫുട് നോട്ട് എഴുതിയിരുന്നു. എന്നോട് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, ബാബു സാറെ ഹീബ്രുവിൽ നിന്ന് ഒരു മലയാളം ട്രാൻസ്ലേഷൻ ബൈബിളിൻ്റെ തരാമെന്ന്. എൻ്റെ ഫിസിക്കൽ കണ്ടീഷനിൽ എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇൻ കേസ് ഞാൻ ചെയ്യുകയാണെങ്കിൽ ടിൻഡേൽ ചെയ്ത് അതേ വഴിയെ പോകും. താഴെ എഴുതി വെക്കും ഫുട് നോട്ട്. ഈ വോസ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് വോസ് അല്ല, അത് അവിടെ സംഭവിച്ച കാര്യം എന്നതാണെന്ന്. പക്ഷേ ഒരുപാട് റിവിഷൻ കഴിഞ്ഞാണ്, ഒരുപാട് അപ്ഡേറ്റിംഗ് കഴിഞ്ഞാണ് നമ്മുടെ ഇരിക്കുന്ന കിങ് ജെയിംസ് വേർഷൻ. നമ്മുടെ കിങ് ജെയിംസ് ബൈബിൾ എത്തുമ്പോഴേക്ക് 1611 എഴുതിയ ആദ്യത്തെ പബ്ലിക്കേഷനിൽ നിന്ന് ഒരു 10-35 പ്രാവശ്യം ഇത് അപ്ഗ്രേഡ് ചെയ്തു, റിവൈസ് ചെയ്ത് ലാസ്റ്റ് വന്നപ്പോൾ ഈ ഫുട് നോട്ട് മുഴുവൻ അങ്ങ് പോയി. ഇപ്പം കിങ് ജെയിംസ് ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അറിവ് എന്തുവാ? ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായിരുന്നു എന്നേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഒന്നാമത്തെ വാക്യത്തിനും രണ്ടാമത്തെ വാക്യത്തിൻ്റെ ഇടയ്ക്കാണ് ഏതാണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഡിഫറൻസ് കിടക്കുന്നത്. ആകാശഭൂമി സൃഷ്ടിച്ചു, ഭൂമിയും പാഴ്ശൂന്യമായി മാറി. ഇതിൻ്റെ ഇടയ്ക്കാണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഡിഫറൻസ്. ആ ഇയേഴ്സ് ഡിഫറൻസിൽ ദൈവം എന്തോ ചെയ്യുമായിരുന്നു. നമ്പർ 1, the Holy Spirit was keeping the earth all to itself, the way in which a mother is holding her baby close to her. അമ്മ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഭൂമിയെ പൊതിഞ്ഞു പിടിച്ചു. And then what did God do? God fixed the time when he can speak to his creation. തൻ്റെ സൃഷ്ടിയോട് സംസാരിക്കാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച ദിവസത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ട് ആദ്യം കൽപ്പിക്കുക. എന്താ കൽപ്പിക്കുക? യഖി ഓർ വയഖിയോർ. ഇവിടെ ഇപ്പോ ഞാൻ സംസാരിച്ച് തീരുന്നതിന് മുൻപ് ജീവൻ തുടിക്കുന്ന വെളിച്ചമുണ്ടാകണം. ഉണ്ടായി. ആ പർപ്പസിന് വേണ്ടിയാണ്. അന്ന് സൂര്യനുണ്ടായില്ല, ചന്ദ്രനുണ്ടായില്ല, നക്ഷത്രങ്ങളുണ്ടായില്ല, വാനഗോളങ്ങളൊന്നും ഈ കാണുന്ന ഉണ്ടായിട്ടില്ല. പക്ഷെ ദൈവം എന്തോ സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് പർപ്പസിന് വേണ്ടി ഒരു വെളിച്ചം സൃഷ്ടിച്ചു. അതിനുശേഷം യഖി 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 എന്ന് പറയുക. യഖി 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 എന്ന് പറയുന്നിടത്തൊക്കെ ഉണ്ടായി വരട്ടെ, ഉണ്ടായി വരട്ടെ, ഉണ്ടായി വരട്ടെ, ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞില്ല. ബാറാഖ് 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 എന്ന് പറഞ്ഞില്ല. ബാറ എന്നത് സൃഷ്ടിക്കുന്ന, യഖി എന്ന് പറഞ്ഞാൽ ഉളവായി വരട്ടെന്നാണ്. ലാസ്റ്റിൽ ആദാം അവ്വയുടെ സൃഷ്ടിപ്പ് വന്നപ്പോ എന്തു ചെയ്തു? സഖാർ വ നഖ്ബാഹ് ബാറാഖ് ഒറ്റാം. സഖാർ വ നഖ്ബാഹ് ബാറാഖ് ഒറ്റാം എന്ന് പറഞ്ഞാൽ ഈ മാസ്കുലിൻ എലമെന്റും ഫെമിനിൻ എലമെന്റും കൂടെ ഒരുമിച്ച് ചേർത്ത് അതിനു മുമ്പില്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചു. അവിടെ യഖി എന്ന വേടല്ല പറഞ്ഞത്, ബാറാഖ് എന്ന വേട. ആദ്യം ബറഷീത്ത് ബാറാഖ് എലോഖീം, ഒന്നുമില്ലാത്തടന്ന് സൃഷ്ടിച്ചെടുത്തു.
ബാക്കിയെല്ലാം എക്കി 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 ഉണ്ടായി വരട്ടെ ഉണ്ടായി വരട്ടെ ഉണ്ടായി വരട്ടെ എന്ന് പറഞ്ഞു. ദെൻ ലാസ്റ്റ് ക്രിയേഷനായ മനുഷ്യൻ വന്നപ്പോഴോ ആദ്യത്തെ അതേ വേർഡ് പറഞ്ഞു. ഏത് വേർഡ്? ഉണ്ടാകട്ടെ എന്ന്. എങ്ങനെ? ദൈവം മാസ്കുലിൻ എലമെന്റും ഫെമിനിൻ എലമെന്റും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. യെസ്, man came into existence. അപ്പം ഈ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് മുതൽ അടുത്ത 6 ദിവസങ്ങളും ദൈവം ഓരോന്ന് ഉളവാക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വേദപുസ്തകം വളരെ ക്ലിയർ ആയിട്ട് ഹീബ്രുവിൽ പറഞ്ഞിരിക്കുക. 5-ാമത്തെ ദിവസത്തിന് 6-ാമത്തെ ദിവസത്തിന് ഇടയ്ക്ക് ദൈവം ഗ്യാപ്പ് ഉണ്ടാക്കി. ആ ഗ്യാപ്പെല്ലാം ഇതിന് മുമ്പുണ്ടായിരുന്നില്ല ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോൺ സെൻസിക്കൽ. അതായത് മോം ഈ പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു, പിന്നെ ഡിഗ്രി കഴിഞ്ഞു, MSc പോയി. ഡിഗ്രിക്ക് MSc ഇടയ്ക്കൊരു കാലം മോം പെട്ടെന്ന് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത്. മനസ്സിലായി? ഡിഗ്രി കഴിഞ്ഞ് MSc പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി എന്ത് ചെയ്തു? 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നത്. ഈ കോമൺ സെൻസ് ഒരു സാധനം ഉണ്ട് കേട്ടോ. അതിനെ കൊണ്ട് നമുക്ക് ഇച്ചിരി ഇടം കൊടുക്കുന്നതിൻ്റെ വലിയ കുഴപ്പമൊന്നുമില്ല. 2 കാര്യം. ഒന്ന്, ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് സ്ഥിരീകരിക്കുന്നതിനാണ് ഞാൻ ഹീബ്രു എടുത്ത് ഉച്ചരിച്ച് പറയുന്നത്. കാരണം ട്രാൻസ്ലേഷനിൽ അത് ക്ലിയർ ആയില്ലെങ്കിൽ ഒറിജിനൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആ ഒറിജിനൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. മോശ എഴുതി തുടങ്ങി മലാക്കിയിൽ അവസാനിച്ച വിശുദ്ധ ടെനാഹ് പഴയ നിയമത്തില് ഒരു പുള്ളി മാത്രമേ ഇതുവരെ മാറുള്ളൂ. ഒരു പുള്ളി മാറി. വേറെ ഒന്നും മാറത്തില്ല, മാറാൻ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട്? സമ്മതിക്കാത്ത ഒരു ജനത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ഇസ്രായേൽ ജാതി. ആ ജാതിയെ കൊന്നല്ലാതെ ഈ പുസ്തകം തെറ്റെന്ന് തെളിയിക്കാൻ ഒരുത്തരും കഴിയത്തില്ല. അതിൽ ഒരുത്തനെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത ഒരു ബൈബിൾ നമുക്കുണ്ടെന്നുള്ളതാണ്. 1000 ട്രാൻസ്ലേഷൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ സമ്മതിച്ചു. അവിടെയൊക്കെ പിഴവുകൾ ഉണ്ടാകാം. പക്ഷെ ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത ഒരു ഒറിജിനൽ കോപ്പി നമുക്കുണ്ട്. ആരുടെ ഇരിപ്പുണ്ട്? യഹൂദന്റെ ഇരിപ്പുണ്ട്. അവരുടെ അടുത്ത് പോയി പഠിച്ച എന്നെ പോലുള്ള പാവങ്ങൾക്ക് അതറിയാം. അപ്പം ഞാൻ എന്തുകൊണ്ട് ഹീബ്രുവിലോട്ട് പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം തെറ്റാന്ന് പറയാനല്ല, ഇത് മുഴുവൻ 101% ശരിയാ. തിരുവഴുത്തിൽ പറയാത്തൊരു കാര്യം ഒരു കാരണവശാലും ആരുടെ ഫിലോസഫി കൊണ്ടുവന്ന് ന്യായീകരിക്കാൻ പറ്റത്തില്ല. 5-ാം ദിവസത്തിനും 6-ാം ദിവസത്തിനും ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാക്കി ആ ഗ്യാപ്പിൽ വലിയ പണ്ടത്തെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകുന്നതിനും ഡിഗ്രി കഴിഞ്ഞ് MScക്ക് പോകുന്നതിനും പിന്നെ ഇടയ്ക്ക് മാവും 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നതാണ് എൻ്റെ അർത്ഥം. അത് ശരിയാണെങ്കിൽ ഇത് ശരിയാ. That's all my answer. Okay, so thank you very much, sir. That was a brilliant answer. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഹാനോക്കിനെ പറ്റി പറയുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് വായിക്കുന്നു. ചോദ്യം ഇതാണ്, ഇവിടെ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്റെ, അതായത് ഹാനോക്ക് അതേ ശരീരത്തോടു കൂടിയാണോ എടുക്കപ്പെട്ടത്? വെരി ക്ലിയർ ആൻസർ. അതേ ശരീരത്തിലൂടെയാണ് എടുക്കപ്പെട്ടത്. നമുക്ക് എവിഡൻസ് കേട്ടോണേ. 300 വർഷം ഒരാൾ ദൈവത്തോട് നടക്കുക, ഉച്ചയാകുമ്പോഴത്തേക്ക് പണിയെല്ലാം തീർത്ത് ഇദ്ദേഹം പയ്യെ തലേ ദിവസം ദൈവത്തെ കണ്ടെടുത്ത് പോകും. ഇവർ രണ്ടും കൂടെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടക്കും. എന്നിട്ട് എന്തറിയാമോ, പുള്ളി അടുത്ത ദിവസം വന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ ഫ്രണ്ട്സിനോട് നാട്ടുകാരുടെ എല്ലാം പറഞ്ഞു കേൾപ്പിക്കും. ഞാൻ ദൈവത്തോടുകൂടി നടന്നു, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എല്ലാം പറഞ്ഞു കേൾപ്പിക്കും. 300 കൊല്ലം ഹാനോക്ക് പറഞ്ഞ ആൾക്കാരെല്ലാം കേട്ടിരിക്കുക.
വിഷയം എന്തെന്നറിയാമോ? കർത്താവിന്റെ മടങ്ങി വരവ്. ഉം. ദൈവസഭ ഉണ്ടായിട്ടില്ലെന്ന്. സഭയുടെ ഉൽപ്രാവണം. കേട്ടോണേ, ഉം. റാപ്ചറിനെ പറ്റി ഹാനോക്ക് എഴുതുന്നു. അതെ. ഉം. റാപ്ചറിനെ പറ്റി ഹാനോക്ക് പറഞ്ഞിരുന്നു, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരുമായി ഭക്തിയുടെ ലോകത്തെ ന്യായം വിധിക്കാൻ വരുന്നുവെന്ന് യെരുശലേം താഴ്വരയിൽ നിന്ന് കോട്ട് ചെയ്താണ് യൂദായുടെ പുസ്തകത്തിൽ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉം. ഒരു ദിവസം ഹാനോക്കിനെ കണ്ടില്ല. ഉം. അവിടെ മുഴുവൻ അന്വേഷിച്ച് കണ്ടില്ല. അവിടെ ഇന്ന് ഹാനോക്കിന് ഡെഡ് ബോഡി കിടന്നും കണ്ടില്ല. ഉം. ഡെഡ് ബോഡി കിടന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഹാനോക്ക് മരിച്ചു, ആത്മാവ് എവിടെയോ പോയെന്ന് പറയാം. ഇത് ഡെഡ് ബോഡിയും കണ്ടില്ല. ഉം. അപ്പൊ ഹാനോക്ക് എങ്ങനെയാ പോയി സ്വർഗത്തിൽ പോയത്? ഉടലോടെ പോയി ശരീരത്തോടെ. ഉം. അല്ലേ? ഒന്ന്. അതെ. അപ്പം അതിന് നമുക്ക് എല്ലാ എവിഡൻസും ബൈബിളിലുണ്ട്. എവിഡൻസ് എന്ന് പറയുമ്പം ഒന്ന് ദൃക്സാക്ഷി, വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ്. ഐ വിറ്റ്നസ്. 2 ഡോക്യുമെന്റൽ എവിഡൻസ്. ഉം. 3 സിറ്റുവേഷണൽ എവിഡൻസ്. ഉം. 4 ക്യുമുലേറ്റീവ് എവിഡൻസ്, ഒന്നിന് സപ്പോർട്ടായി മറ്റൊന്ന് വരുന്ന എവിഡൻസ്. ഉം. ഇതിൽ 2, 3, 4 എവിഡൻസ് ഹാനോക്കിന് അനുകൂലമാണ്. ഹാനോക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകുന്ന ആരും കണ്ടില്ല, ദൃക്സാക്ഷികളില്ല. Yes. പക്ഷെ ഡോക്യുമെന്റൽ എവിഡൻസ് ഉണ്ട്. കാര്യം എന്താ? ഹാനോക്ക് പറഞ്ഞ എല്ലാ ആൾക്കാർ കേട്ടിട്ടുണ്ട്, ഡോക്യുമെന്റായി പിന്നീട്. ഉം. ഇനിയും സിറ്റുവേഷണൽ എവിഡൻസ് ഉണ്ട്. കാരണം ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ പോയതാ, വേറെ എങ്ങും പോകാൻ സാധ്യതയില്ല. ക്യുമുലേറ്റീവ് എവിഡൻസ്, സംഭവങ്ങൾ ഒന്നൊന്നുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതല്ലാതെ വേറൊരു സാധ്യതയുമില്ല. അപ്പോൾ ഒരു നിയമജ്ഞന്റെ കയ്യിൽ ചോദിച്ചാൽ, ഒരു സൊളിസിറ്ററിന്റെ ചോദിച്ചാൽ, നല്ലപോലെ ലോ അറിയാവുന്ന ഒരാൾ ചോദിച്ചാൽ പറയും, യെസ്, ഉടലോടെ സ്വർഗത്തിൽ പോയത്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതിനപ്പുറം നമ്മൾ കയറി ഒന്നും വ്യാഖ്യാനിക്കാൻ പാടില്ല. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തിരുവെഴുത്ത് എന്ത് പറയുന്നു അത് ഉറപ്പിക്കുകയല്ലാതെ അതിനപ്പുറത്ത് നമുക്കൊരു വ്യാഖ്യാനമില്ല. യെസ്, ദാറ്റ്സ് മൈ ആൻസർ, മാം. Okay, thank you very much, sir. That was You're really welcome. convincing. You're welcome. അടുത്ത ചോദ്യം, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഈ മറഞ്ഞു കിടന്ന മർമ്മം, ആ മർമ്മം എന്താണ്? ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതാ മർമ്മം. ഇനി നമുക്ക് അങ്ങനെ പറഞ്ഞ തീരത്തില്ല, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായോ? അപ്പം ദൈവപ്രവൃത്തി ഭൂമിയിൽ കൊടുക്കുന്നതിന് ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുത്തു, ഇസ്രായേൽ. അവർ ദൈവത്തിന്റെ സ്വന്തം ജനമായി മാറി. മാറിയപ്പോൾ തന്നെ ദൈവം അവരോട് പറഞ്ഞിരുന്നു, അബ്രഹാമിനോട് കൂടെ ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടണം. നീ ഒരു ശ്രേഷ്ഠ ജാതിയാണെന്ന് കണ്ട് ഈ ഏകദൈവത്തെ ആളുകൾ അറിയണം, വിശ്വാസം, ആരാധനയും. അപ്പം ഒന്ന്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവർക്കുള്ളതാണ്. ന്യായപ്രമാണം, കൽപ്പനകൾ അവർക്കുള്ളതാണ്. ദൈവിക ഉടമ്പടി അവരുമായിട്ടാണ്. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നാണ്. ഇതെല്ലാം അവരുടെയാണ്. ബാക്കിയുള്ളവരെ പുറംപറമ്പിൽ. പക്ഷെങ്കിൽ ഇതാണ് യഹൂദനും ലോകത്തിനും അറിയാവുന്നതെങ്കിൽ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്കരണത്തിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമുണ്ട്. അത് ഞങ്ങൾ മർമ്മമായിട്ട് നിങ്ങളോട് പറയാം. എന്തെന്നറിയാമോ? അത് ജാതികൾ യഹൂദന്മാരിൽ കൂടെ അല്ലാതെ യേശു ക്രിസ്തുവിൽ കൂടെ ഡയറക്റ്റ് ദൈവമായിട്ട് കണക്റ്റഡ് ആകുക. യഹൂദന്റെ പരിച്ഛേദനം വേണ്ട, അഗ്രചർമ്മം വേണ്ട, പിന്നെ അവന്റെ ഇതിന്റെ പേരെന്തുവാണ്, കോഷർ ഫുഡും വേണ്ട, മറ്റേ ഇതുണ്ടല്ലോ ഈ ശബത്തും വേണ്ട, വാവും വേണ്ട, പെരുന്നാളും വേണ്ട, ബലിയും വേണ്ട, ഒന്നും വേണ്ട. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ അവൻ ആരായി തീർന്നു? ദൈവഭവനത്തിന്റെ അംഗമായി തീർന്നു.
അകത്ത് വന്നു. ഇത് ദൈവത്തിൻ്റെ ഡിവൈൻ പ്ലാൻ, ഇറ്റേണൽ പ്ലാനാണ്. ഇതാരോടും പറഞ്ഞില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം ആദ്യം ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പം ഇത് യഹൂദന്മാരുടെ വീടുകൾ വിട്ട് ജാതികളുടെ അതിര് കൊണ്ട് ശമര്യരുടെ അടുത്ത് പോലും പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മാത്രമല്ല രക്ഷ. ലാസ്റ്റ് വന്നപ്പോൾ എന്തെന്നറിയാമോ? എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാസമാക്കി വെക്കുന്ന കർത്താവിന് അറിയാം. ശിഷ്യന്മാരെ പറഞ്ഞു വെച്ചു, ദ ഹോൾ വേൾഡിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. പ്രസംഗിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും രക്ഷയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും രക്ഷയുണ്ടെന്ന് പറഞ്ഞപ്പോഴും യഹൂദന്റെ യേശു ഇല്ലയോ? യഹൂദന്റെ ക്രിസ്തുവല്ലേ? അപ്പൊ യഹൂദനായി മാറണം. നീ ആദ്യം പരിച്ഛേദന ഏർക്കണം, ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കണം. അങ്ങനെ നിനക്ക് ദൈവത്തിലാകാൻ കഴിയത്തുള്ളൂ എന്ന് യഹൂദന്മാർ അന്നേരം വിചാരിച്ചത്. ഈ അപ്പോസ്തലന്മാർ യഹൂദന്മാരാ, പത്രോസ് ഉൾപ്പെടെയുള്ള കക്ഷികള് യഹൂദന്മാരാ. ഇവർക്ക് ഇത് മാത്രം പിടിയെടുത്തില്ല. ഏത്? യഹൂദന്റെ എല്ലാ പാരമ്പര്യവും മാറ്റി വിശ്വാസത്താൽ ജാതികൾ നീതീകരിക്കപ്പെടുന്നവരാണ്. അപ്പൊ പൂർവ്വകാലങ്ങൾക്ക് മറിഞ്ഞിരുന്നു, മുഴുവൻ പ്രവാചകന്മാർക്കും മറിഞ്ഞിരുന്നവർ മനസ്സിലാക്കണം, ദൈവം അവരോട് പറഞ്ഞു, പക്ഷെ മനസ്സിലായില്ലെന്ന പറഞ്ഞപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശീകരണ തലേ രാത്രിയുള്ള ബൈബിൾ ക്ലാസ്സിൽ അവർ പറഞ്ഞു, ഇപ്പൊ നീ പറഞ്ഞെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു, മുമ്പ് മനസ്സിലായില്ലെന്ന്. അതിനു മുമ്പ് പല കാര്യങ്ങൾ പറഞ്ഞ വേദപുസ്തകം എഴുതിയിട്ടുണ്ട്. കർത്താവ് അവരോട് അങ്ങനെ പറഞ്ഞു, അവർക്കോ അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെ പഴയ നിയമ പ്രവാചകന്മാർക്ക് ആർക്കും ജാതികൾ ക്രിസ്തു എന്ന സഭയുടെ ശരീരത്തിന്റെ ഭാഗമായി ഏക ശരീരത്തിലായിത്തീരും. അപ്പൊ യഹൂദനോ തള്ളിക്കളഞ്ഞില്ല. യഹൂദനെന്നും ജെന്റൈൽസ് വ്യത്യാസമില്ലാതെ വേർപാടിൽ നിന്ന് അടിച്ചവർ ഇടിച്ചു കളഞ്ഞിട്ട് വി ആർ ബോത്ത് വൺ മാൻ, ന്യൂ മാൻ ഇൻ ക്രൈസ്റ്റ്. ഇത് ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ രഹസ്യമാണ്. ആർക്കേ മനസ്സിലാക്കി കൊടുത്തുള്ളൂ? പൗലോസിനോട് പറഞ്ഞുള്ളൂ. പൗലോസ് എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്നു. That means none of the other apostles could get it. അപ്പൊ other apostles, they were struggling with it. മറ്റേ അപ്പോസ്തലന്മാർ സ്ട്രഗിൾ ചെയ്യണം. എന്തേ പറയുന്നത്? ഒരു ന്യായപ്രമാണം അനുസരിക്കേണ്ട, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കേണ്ട, സിനഗോഗിൽ വരണ്ട, ഇത് സർക്കംസിഷൻ എടുക്കണ്ട, ഈ ഇതുണ്ടല്ലോ ശബത്ത് ആചരിക്കണ്ട, യാഗങ്ങളും പെരുന്നാളും ഇതൊന്നും നോക്കണ്ട, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ വലുതോ അല്ലെങ്കിൽ തുല്യമായി ഏക ശരീരസ്ഥരായി. For nearly 30 years they struggled with it. 30 years അവ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട്. എൻ്റെ പത്രോസ് എഴുതി പറഞ്ഞു, ശരിയാ, നമ്മുടെ സ്നേഹിതനായ പൗലോസിനെ പറ്റി എനിക്കൊന്നും വലിയ പിടി കിട്ടിയിട്ടില്ല, എനിക്ക് വലിയ പിടിയൊന്നും കിട്ടിയില്ല, ബാക്കി അസ്തപ്പന്മാർ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഇതാണ് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മം. പഴയ പ്രവാചകന്മാർക്ക് ആർക്കും വെളിപ്പെട്ടില്ല. പൗലോസിന് വെളിപ്പെട്ട ശേഷമാണ് ഇത് സഭാപിതാക്കന്മാർ ഏറ്റെടുക്കുകയും അപ്പോസ്തലന്മാരെപ്പോഴത്തേക്ക് മരിച്ചു. അപ്പോസ്തലന്മാർ കുറച്ചൊക്കെ ഏറ്റെടുത്തു, സഭയ്ക്ക് പിന്നെ വെളിവായി വരുന്നത്. അപ്പൊ ഇതാകും മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു ഈ പുറജാതിക്കാരനായി എൻ്റെ അകത്തിരിക്കുന്നെന്ന്, ആ മർമ്മം, മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു എവിടെ? എൻ്റെ അകത്തിരിക്കുന്നു. That is the secret. Okay, thank you. That's a good question anyway. Yes. Yeah, very brilliant question. Yeah. അതാണ് നമ്മുടെ ശരിക്കും നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കണ്ടന്റ് ആണ്, കോറാണത്. വിവരമുള്ള ആള് ചോദ്യം ചോദിച്ചു കേട്ടോ. റിയലി. അതുകൊണ്ട് തന്നെയാണല്ലോ പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം. പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലൻ വിളിക്കാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചിട്ടെ, ഇപ്പം കേരളത്തിൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ പഠിച്ച ഒരാളാണ് ഞാൻ, നല്ല രീതിയിൽ. ഇവിടെ വന്നുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് ചർച്ചിലെ പാസ്റ്റർ ആകാൻ കഴിഞ്ഞു. ഇംഗ്ലീഷുകാരുടെ നേറ്റീവ്സിന്റെ ചർച്ചിലെ പാസ്റ്റർ ആകാൻ കഴിഞ്ഞു for 10 years.
ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ്. വർഷം ഞാൻ ഇംഗ്ലീഷുകാർ ചില പാസ്റ്ററായിരുന്നു. യെസ്. കാരണം എന്താ, എനിക്ക് അവരുടെ ഭാഷ അറിയാം, സാഹിത്യം അറിയാം, അവരുടെ ഫിലോസഫി അറിയാം, അവരുടെ സോഷ്യൽ ലൈഫ് അറിയാം. ഇതെല്ലാം അവിടെ വെച്ച് പഠിച്ചതാണ്. എത്രയോ പേര് ഇവിടെ വന്നിട്ട് അവർ ഇംഗ്ലീഷ് ചർച്ചിലെ പാസ്റ്റർ ആയില്ല. അപ്പോൾ തന്നെ ഇംഗ്ലീഷ് മീറ്റിംഗ് നടത്തുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ ഏഷ്യൻസിൻ്റെ ഇംഗ്ലീഷ് സർവീസാണ്. അപ്പം ആ ലാംഗ്വേജും ആ കൾച്ചറും ആ സിവിലൈസേഷനും ആ ഹിസ്റ്ററിയും ആ ബാക്ക്ഗ്രൗണ്ടും അറിയാൻ പറ്റിയ ഒരാൾക്ക് ആ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പം പൗലോസ് ഗ്രീക്ക് ഫിലോസഫിയും ഗ്രീക്ക് സാഹിത്യവും ഗ്രീക്ക് റെട്ടറിക്സും നല്ലതുപോലെ പഠിച്ച മനുഷ്യനാണ്. അപ്പം ഈസി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി നോൺ ജ്യൂസ്. അപ്പം ജാതികളോട് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ്, പല റീസൺസ് ആണ്. കാരണം ഒന്ന് കുപ്രോസുകാരനായതുകൊണ്ട്, അത് ബേസിക്കലി ഒരു ജെൻറ്റൈൽ ഐലൻഡാണ്, ജെൻറ്റൈൽ കമ്മ്യൂണിറ്റിയാണ്. അവിടെയുള്ള ഐലൻഡ് മുഴുവൻ ജെൻറ്റൈൽസ് ആണ്. അപ്പം ജെൻറ്റൈൽസിന് ലാംഗ്വേജ് അറിയാം, കൾച്ചർ അറിയാം, സിവിലൈസേഷൻ അറിയാം, അവരുടെ വേ ഓഫ് ലൈഫ് മുഴുവൻ അറിയാം. ദാറ്റ്സ് വൺ തിങ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. വൺ. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നല്ലോ. മതതീവ്രവാദിയായിരുന്നു. കറക്റ്റ് തീവ്രവാദിയായിരുന്നു. അങ്ങനെ ഒരു തീവ്രവാദിക്ക് ഒരു എന്താ പറയണ്ടേ, യെസ്, അങ്ങനെയുള്ള ഒരു റാഡിക്കലിനെ ഈ ജെൻറ്റൈൽ കമ്മ്യൂണിറ്റിയെ ഇംപ്രസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. There should be many other reasons, and not only that, his heart was completely with the Gentiles. പത്രോസ് ഒക്കെ ജെൻറ്റൈൽസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും ഞാൻ യഹൂദനാണെന്നുള്ള ഒരു വലിപ്പം കൊണ്ടാണ്. ഇദ്ദേഹം അങ്ങനല്ല, ജാതികൾക്ക് ജാതികളെ പോലെയായെന്ന് പറയാം. ഞാൻ അഗ്രചർമ്മികൾക്ക് അഗ്രചർമ്മിയെ പോലെയായി. ഏറ്റവും നല്ല ഉദാഹരണം നോക്കണേ, ഒരു ആഫ്രിക്കക്കാരൻ ആണ് കർത്താവിന് ക്രൂശ് ചുമക്കാൻ നിർബന്ധിക്കപ്പെട്ട ശീമോൻ, അല്ലേ? കുറേനിയക്കാരനായ ശീമോൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറ്റി, എന്താ ഈ കുറേനിയക്കാരൻ്റെ ശീമോന്റെ ഭാര്യയെ പറ്റി പൗലോസ് പറഞ്ഞത്, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മ. അത് അലക്സാണ്ടർസിനെ പറ്റി പറയാം കേട്ടോ. ഈ ഇവരുടെ മോനെ പറ്റി പറയുമ്പം അവൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്ന്. ഒരു പുറചാരക്കാരത്തെ സ്ത്രീയെ തൻ്റെ അമ്മയാണെന്ന് വിളിക്കാൻ ഒരു യഹൂദന് കഴിയുമെന്ന് പറഞ്ഞാൽ അൺതിങ്കബിൾ ആണ്. ഈവൻ ടുഡേ അൺതിങ്കബിൾ ആണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പൗലോസിനെ ദൈവം ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കുന്നതാണ് ശരി. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 40 വാക്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചോദ്യമാണ്. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടിയിട്ട് ഒരു ഭാര്യയെ എടുപ്പാൻ തന്റെ ദാസനെ അയക്കുന്ന ഒരു ഭാഗത്തോടനുബന്ധിച്ച ഒരു വാക്യമാണ്. ചോദ്യകർത്താവ് ഇംഗ്ലീഷിലാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം മലയാളത്തിൽ ഈ ചോദ്യത്തിന് അത്ര ഒരു പ്രസക്തി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ്, ബട്ട് ഹി സെഡ് ടു മീ, the Lord before whom I walk will send his angel with you and prosper your way, and you shall take a wife for my son from my family and from my father's house. അത് കഴിഞ്ഞിട്ട് ചോദ്യകർത്താവ് ഇങ്ങനെ ചോദിക്കുന്നു, ഇവിടെ the Lord before whom I walk എന്നാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. Noah and Enoch walked with God, but rest of the saints walked before God. ചോദ്യം ഇതാണ്, walking with God, walking before God, is there any difference? Okay, തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചോദ്യം ചോദിക്കാം. പക്ഷെ കുറെ കൂടെ സൂക്ഷ്മമായിട്ട് ബൈബിൾ വായിക്കുന്ന ആളുടെ മുമ്പിൽ ആ ചോദ്യമില്ല, എൻ്റെ മുമ്പിൽ ആ ചോദ്യമില്ല. കാരണം രണ്ടിടത്തും പെനൈ എലോഖീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെനൈ എലോഖീം. അത് നിങ്ങൾക്ക് വേണേൽ ബിഫോർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, വിത്ത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണും വെട്ടത്തിൽ നിന്ന്, അണ്ടർ ദ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ ലോർഡ്.
അണ്ടർ ഡിറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ ലോർഡ്. പെനെ എലോഹീം. പെനെ എലോഹീം എന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വിത്ത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഒരു തെറ്റുമില്ല. ബിഫോർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഒരു തെറ്റുമില്ല. അപ്പം ട്രാൻസ്ലേറ്റേഴ്സ് അതിൽ അവർക്ക് ചോയ്സ് ഉണ്ട്, ഇതിൽ ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഇതിനകത്ത് പ്രപ്പോസിഷൻ ഇല്ല, ഹീബ്രുവിൽ പ്രപ്പോസിഷൻ ഇല്ല. പെനെ എന്ന് പറയുമ്പോൾ പ്രപ്പോസിഷൻ ഇല്ല. പെനെ എലോഹീം, ദൈവം മുമ്പാകെ, ദൈവത്തോടു കൂടെ എന്നേ ഉള്ളൂ. ഇനിയും ദൈവത്തോട് കൂടെ തന്നെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇം എലോഹീം എന്നാക്കണം. ഇം എന്ന് പറഞ്ഞ് വിത്ത് എന്നാണ്. ഇം എലോഹീം എന്നുള്ള പറഞ്ഞിട്ടുമില്ല. രണ്ടിടത്തും പെനെ എലോഹീമാണ്. അപ്പോൾ ഒരു ഡിഫറൻസും ഇല്ല, ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും ഇല്ല. അല്ലെങ്കിൽ ഈ രണ്ടും രണ്ടാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ കയറി വ്യാഖ്യാന ശാസ്ത്രത്തിന് ഇടപെടാതിരിക്കാമെന്നുണ്ടെങ്കിൽ പാവം നമുക്ക് ബുദ്ധിമുട്ടില്ല. ലാംഗ്വേജിന്റെ ഫ്രീഡത്തിൽപ്പെട്ട കാര്യമാണ്. ഫ്രീഡം ഓഫ് ദ ലാംഗ്വേജ്. ഓക്കെ, താങ്ക് യു സർ. ഒരു ചോദ്യം കൂടെ ചോദിച്ചോ. പിന്നല്ല, could you explain, ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, സർ could you please explain the meaning of old wine skin and new wine? പഴയ തുരുത്തിയും പുതിയ വീഞ്ഞും അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, നമുക്ക് അതിനകത്ത് ഒരു വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ അതൊരു കോമൺലി അണ്ടർസ്റ്റുഡായ ഒരു ഫ്രേസാണ്, സ്പോക്കൺ ഫ്രേസാണ്. കോമൺലി അണ്ടർസ്റ്റുഡ് സ്പോക്കൺ ഫ്രേസ് ആണത്. പിൽക്കാലത്ത് ഒരുപാട് മീനിങ് അതിനോട് ആഡ് ചെയ്യപ്പെട്ടു, ആശയങ്ങൾ അതിനോട് ആഡ് ചെയ്യപ്പെട്ടു. പിൽക്കാലത്ത് ഒത്തിരി ആശയങ്ങൾ അതിനോട് ആഡ് ചെയ്യപ്പെട്ടു. അതിനോട് ആഡ് ചെയ്യപ്പെട്ട ആശയങ്ങളൊന്നും നമുക്കെടുക്കണ്ട. ബൈബിളിന്റെ കോണ്ടെക്സ്റ്റിൽ ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ്. പരസ്പരം ചേരാത്തത് തമ്മിൽ ചേർക്കരുത്. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? ദേവാലയം ഒന്ന്, വിഗ്രഹം വേറുന്നത്, തമ്മിൽ എന്താ യോഗ്യത? അല്ലേ? യുവർ വൈൻ ഈസ് ന്യൂ, ഫൈൻഡ് ഔട്ട് എ ന്യൂ വൈൻ സ്കിൻ ഫോർ ഇറ്റ്. യുവർ വൈൻ ഈസ് ഓൾഡ്, അത് ഫ്രഷ് ആണെന്ന് പറഞ്ഞ് നീ ഫ്രഷ് ബോട്ടിൽ കൊണ്ട് കൊടുക്കരുത്. അതൊക്കെ പറ്റിക്കേഷനാണ്. അങ്ങനെ ചെയ്യരുത്. ആ സിമ്പിൾ ലോജിക്കിൽ അതെടുത്താൽ നമുക്കൊരു ഇൻ്റർപ്രിട്ടേഷൻ്റെയോ വ്യാഖ്യാനത്തിൻ്റെയോ ഒരു സ്റ്റഡിയുടെയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ എന്തെന്നറിയാം, പിൽക്കാല വ്യാഖ്യാതാക്കൾ അതിനെ ഒരുപാട് വഴിതിരിച്ചു കൊണ്ടുപോയി. അതിനെ ഒരു ഇറ്റാലിയൻ, ലാറ്റിൻ, റോമൻ പശ്ചാത്തലത്തിൽ വലിയ റോമൻ ജനറൽസിന്റെ ഗാർഡിൽ നിൽക്കുന്നതായ സ്റ്റാച്യൂസ് ഉണ്ട്. ആ സ്റ്റാച്യൂസുമായിട്ട് സ്ട്രക്ചറുമായിട്ട് കമ്പയർ ചെയ്ത് ഒക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല. ഇത്രയും കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ് എന്നൊരു ഫ്രേസ് ഉണ്ട് ഇംഗ്ലീഷിൽ. കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ് മീൻസ് ആസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ആസ് ദാറ്റ്. നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതേ ഉള്ള അതിൻ്റെ അർത്ഥം. ഇല്ലാത്ത ഒരർത്ഥം സങ്കല്പിച്ച് വ്യാഖ്യാന ശാസ്ത്രം ഇറക്കരുത്. That's my simple answer to that question. Okay. Yes. അടുത്ത ചോദ്യം, 1 ശമൂവേൽ 6-ാം അധ്യായം 19-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ബേത്ത്ശെമേശ്യർ യഹോവയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് അവൻ അവരെ സംഹരിച്ചു. അവൻ ജനത്തിൽ 50,070 പേരെ സംഹരിച്ചു. ഈ സംഖ്യയുടെ പൊരുൾ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണ്? മൂലഭാഷയിൽ ഇതെങ്ങനെയാണ്? മൂലഭാഷയിൽ അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരു സിഗ്നിഫിക്കൻസ് ഡിഫറൻസും ഇല്ല. അതിനകത്ത് പ്രത്യേക സിഗ്നിഫിക്കൻസും ഇല്ല, ഡിഫറൻസും ഇല്ല. അത്രയും പേര് സംഹരിച്ചു. ഈ പലപ്പോഴും പറ്റുന്ന കുഴപ്പമെന്നറിയാമോ? നമ്മൾ ഇതിനൊക്കെ ഒരു വ്യാഖ്യാനം ഇറക്കും. 153 വലിയ മീനിനെ കിട്ടി. എന്തുകൊണ്ട് 153 വലിയ മീൻ? അപ്പോസ്തലന്മാർക്ക് 12 പേർക്ക് ഇത്ര മീൻ വെച്ച്, യേശുവിന് ഇത്ര മീന്, പിതാവിന് ഇത്ര മീന്, പരിശുദ്ധാത്മാവിന് ഇത്ര മീന്. ഇങ്ങനെ എല്ലാം അവിടെ അണ്ടർസ്റ്റുഡ് ആണോ? അല്ലല്ലോ. ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഫിഷ്.
ഇറ്റ്സ് നോട്ട് എ ഫിഷ് അല്ലേ? ഈ പലപ്പോഴും അലിഗോറി എന്ന് പറയുന്നത് ഒരു സാധനത്തിന് പിന്നിൽ ഒരു ആത്മീയ അർത്ഥം കാണാം. അതിന് അലിഗറി എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ അലിഗറിക്ക് അല്ലാത്ത വാക്കുകളെ അലിഗറിക്ക് ആക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. നോ സിഗ്നിഫിക്കൻസ് ബിഹൈൻഡ് ഇറ്റ്, അബ്സല്യൂട്ട്ലി നത്തിങ്. ഐ ആം 100% ഷുവർ അബൌട്ട് ഇറ്റ്. താങ്ക് യു സർ. അടുത്തതും ഒരു ചെറിയ ഒരു ചോദ്യമാണ്. അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. അവരിരുവരും അപ്രതീക്ഷിതമായി മരിക്കുകയും ചെയ്തു. ചോദ്യം ഇതാണ്: അനന്യാസിനും സഫീറയ്ക്കും അവർ ചെയ്ത തെറ്റ് നിമിത്തം നിത്യത നഷ്ടപ്പെടുമോ? ഈ ഭൂമി ബാക്കി ജീവിക്കാൻ സംബന്ധിച്ചത് പിന്നെ നിത്യത. പരിശുദ്ധാനോട് വ്യാജം കാണിച്ചിട്ട് ഇവനെ അവസാനം നരകത്തിൽ വിട്ടേക്കാം എന്നല്ല തീരുമാനിച്ചത്. എന്റെ ഭൂമിയിൽ, ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടത്, പിന്നായിട്ട് ദൈവം ഉണ്ടാക്കുന്ന നിത്യത ജീവിക്കാൻ പോകുന്നു അല്ലേ? You don't have the right to live on this planet Earth, which I created. Then how do you become qualified? How do you qualify yourself to live in my new heaven and new earth? തീർന്നു, അത്രയേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കയറി വ്യാഖ്യാന ശാസ്ത്രത്തിൽ പോകണ്ട. സ്ട്രെയിറ്റ് ആയി സിമ്പിളായ കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം: അപ്പോസ്തലനായ പൗലോസിന് കർത്താവിന്റെ രണ്ടാം വരവിലുള്ള സ്ഥാനം എന്താണ്? കാരണം 12 അപ്പോസ്തലന്മാർക്ക് 12 സിംഹാസനം, 24 സിംഹാസനങ്ങളാണല്ലോ ഉള്ളത്. 12 സിംഹാസനങ്ങൾ 12 അപ്പോസ്തലന്മാർക്ക്, 12 പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക്. അങ്ങനെയെങ്കിൽ പൗലോസിന്റെ സ്ഥാനം എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. സ്ട്രെയിറ്റ് ആൻസർ എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, പൗലോസിന്റെ സ്ഥാനം ഇന്നതായിരിക്കും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. 2, അവിടെ എക്സ്ട്രാ ഒരു കസേര ഇടുമെന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. 3, ഈ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് ആ സ്ഥാനത്ത് അപ്പോസ്തലനായ പൗലോസ് വരുമോ? അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ആ അറിവ് നമ്മൾ എവിടെയെങ്കിലും അറിവ് പുസ്തകം വായിച്ച അറിവ് സംഘടിപ്പിച്ചിരിക്കട്ടെ, അതൊന്നും നമ്മുടെ രക്ഷയ്ക്ക് കൊറോബറേറ്റീവ് ആയിട്ടുള്ളതല്ല, ഉപോദ്ബലകമായിട്ടുള്ളതല്ല. പക്ഷെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ നമ്മൾ ജനിപ്പിക്കുന്നതാണ്. നമുക്ക് വിശുദ്ധ തിരുവെഴുത്തുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വർധനവിനും മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുന്നതിനും നമ്മുടെ നിത്യജീവൻ അവകാശമാക്കുന്നതിനും അവിടെ നമ്മൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കത്തക്കവണ്ണം സൽപ്രവർത്തികൾക്ക് ഈ ഭൂമിയിൽ നമ്മളെ പ്രാപ്തരാക്കുന്നതിനുമായിരിക്കണം നമ്മുടെ വചന പഠനം. എന്തിനല്ല അയാൾ സ്വർഗത്തിൽ എവിടെ ഇരിക്കാൻ പോകുന്നത്? അയാൾ എവിടെയെങ്കിലും ഇരുന്നോട്ടെന്നേ. നിങ്ങളോട് ഏതായാലും ഒരു കാര്യം, നിങ്ങളോട് അങ്ങോട്ട് മാറിയിരിക്കും പൗലോസിന് സീറ്റ് കൊടുക്കാൻ എന്ന് പറയത്തില്ല. തീർന്നല്ലോ. നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് ഉറപ്പായിട്ടുണ്ട്. മറ്റേ ആൾ എവിടെ ഇരിക്കുന്നത് കാര്യം ഞാനിപ്പോ കർത്താവ് പറഞ്ഞ പോലെ തന്നെയാണ് മറുപടി പറഞ്ഞു കേട്ടോ. ഒരാള് കർത്താവിന്റെ നെഞ്ചത്തോട്ട് ചാരി കിടക്കുക. ചോദ്യം, അവന് നിത്യത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കർത്താവ്, വെൽ മാൻ, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് അല്ലേ? നൺ ഓഫ് യുവർ ബിസിനസ്. അത് നിനക്കറിയേണ്ട കാര്യമല്ല. നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ മറുപടി പറയത്തുള്ളൂ. ആളുകൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ നമ്മൾ സ്വീകരിക്കും. പക്ഷെ അതുകൊണ്ട് നമുക്കോ കേൾക്കുന്നവർക്ക് പ്രയോജനം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മിണ്ടാനേ പോകത്തില്ല. ഓക്കെ സർ, താങ്ക് യു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യത്തിൽ പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടി വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം എന്ന പോലെ എനിക്ക്, അതായത് പൗലോസിന് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ചോദ്യം എങ്ങനെയാണ്? അങ്ങനെയെങ്കിൽ 2 തരം സുവിശേഷഘോഷണം ഉണ്ട്.
ശരിക്കും അത് ആൻസർ ഡിസേർവിങ് ഒരു ക്വസ്റ്റ്യൻ അല്ല. ആൻസർ ഡിസേർവിങ് ഒരു ക്വസ്റ്റ്യൻ അല്ല. അവിടെ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കണം, ഇവിടെ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. 2 ഡിഫറെന്റ് ഗോസ്പൽസ് പ്രസംഗിക്കാനാണ് പറഞ്ഞത്. 2 വ്യത്യസ്തരെ ആളുകളുടെ അടുത്ത് പ്രസംഗിക്കാനാണ് പറഞ്ഞത്. സുവിശേഷം ഒന്നല്ലേ പ്രസംഗിക്കുന്നത്, പക്ഷെ 2 കൂട്ടർക്ക് പ്രസംഗിക്കാൻ പറഞ്ഞു അല്ലേ? 2 ഇത് ജാതികൾക്കുള്ള സുവിശേഷം, ഇത് യഹൂദന്മാർക്കുള്ള സുവിശേഷം. അങ്ങനെ പറഞ്ഞില്ലല്ലോ, പറഞ്ഞില്ല. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നവര് തങ്ങൾ ഈ ചോദ്യം എന്താ ചോദിക്കുന്നുള്ളതെന്ന് ആലോചിക്കണം. 2 സുവിശേഷത്തെ പറ്റി അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ 2 സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നത്? അവിടെ ഒരു സുവിശേഷത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ 2 കൂട്ടരുടെ പ്രസംഗിക്കുമ്പോൾ the message is the same, but the method is different. Message is same, but method is different. Method is different. ഈ ആഭരണം ധരിക്കുന്നത് മഹാപാപമാണെന്ന് ചിന്തിക്കുന്ന ഒരു സഭയിലെ അംഗമാണ് ഞാൻ. ആഭരണങ്ങൾ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരോധിപ്പോ എന്ന് ചിന്തിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സഭയിലെ അംഗമാണ് ഞാൻ. അപ്പോൾ ആ സഭയിലെ ആനുവൽ കൺവെൻഷന് വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഭക്തനായ ഒരു ദേവദാസനെ ഞാൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹമാണ് ഇംഗ്ലണ്ടിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് മെൻ ഇൻ ഇംഗ്ലണ്ട്. അന്ന് അദ്ദേഹം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഫിനാൻഷ്യൽ ഡയറക്ടറാണ്. സോറി, അസംബ്ലീസ് ഓഫ് AGയുടെ ഫിനാൻഷ്യൽ ഡയറക്ടർ UK. ഇറ്റ്സ് എ മാൻ ഇൻ വെരി ഹൈ പൊസിഷൻ. ഞാൻ ചോദിച്ചു, ബാബു നിങ്ങളുടെ നാട്ടിലെ കൾച്ചറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു, സഹോദരിമാർ തലയെ തുണിയിട്ടുണ്ട് വരും, നിലത്തെ ഇരിക്കത്തുള്ളൂ, ഇച്ചിരി നമുക്ക് തുള്ളിയെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ബോധം കിട്ടത്തുള്ളൂ, മര്യാദയ്ക്കിരുന്ന പരിശുദ്ധാത്മാവില്ല അവർക്ക്, പിന്നെ ആഭരണം ഉപേക്ഷിക്കും. അദ്ദേഹം എന്തെന്ന് പറയാം, ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. ഞങ്ങൾ ബഹ്റൈനിൽ ചെന്നപ്പം ആഭരണം ഊരി കൊണ്ട് സേഫ് സ്യൂട്ട് കേസ് വെച്ചു. എന്നോട്, ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവിടെ വന്നാൽ അവർക്ക് അതൊരു ഇടർച്ചയാകും. ആർക്ക്? ഇത് മഹാപാപം എന്ന് വിശ്വസിക്കുന്ന ആൾ ഞാൻ എന്താ പറഞ്ഞാലും എന്നെ പാവിയായിട്ട് കാണത്തുള്ളൂ. റൈറ്റ്? അദ്ദേഹം അവിടെ വന്നു. അപ്പൊ അവിടെ വന്നപ്പം ആൾ നോക്കിയപ്പോൾ ഇത് ക്ലീൻ സായിപ്പ്, ഈ പറഞ്ഞൊന്നുമില്ല, കൊള്ളാമല്ലോ, എടുക്കാന്നല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെച്ചു. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വെച്ചപ്പം നേരെ ഇവരും ഇതെടുത്തിട്ടു. ആഭരണം ധരിക്കുന്നത് ശരിയോ തെറ്റോ? എന്തിന്? ഈ ഇവരുടെ സീനിയർ പാസ്റ്റർ ഈ സായിപ്പിന്റെ വലിയ നോളജ് കൊണ്ടൊന്ന് ഇടിച്ചു താഴ്ത്താനാണ്. അപ്പോൾ സീനിയർ പാസ്റ്റർ വേണ്ടിയിരിക്കും, എൻ്റെ ദൈവമേ, ഈ സായിപ്പ് എന്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ അപകടത്തിലാകുമോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ അപ്പോസ്തോലിക ശുശ്രൂഷ അയച്ച ഒരാളുണ്ട്. അദ്ദേഹം നിങ്ങളുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് കീഴ്പ്പെട്ടാൽ മതി. ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തിൽ ആരെങ്കിലും എന്തോ ചെയ്യുന്നുള്ളൂ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതിനാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ സീനിയർ പാസ്റ്റർ പറഞ്ഞു, ബാബു എത്രയോ പരിജ്ഞാനത്തോടാണ് ഒരു വെള്ളക്കാരൻ സംസാരിക്കുന്നത്, പരിജ്ഞാനത്തോടെ. അപ്പോൾ ഒരു രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ആളുകൾ ഉണ്ടാക്കാതെ അദ്ദേഹം ആ സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ചെയ്തു. ഇന്ന് അദ്ദേഹം നിത്യത്തിൽ വിശ്രമിക്കുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള പേപ്പർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇപ്പോഴും എൻ്റെ ഇതിൽ വെച്ചിരിക്കുക ഒരു ഓർമ്മയ്ക്കായിട്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ വിസ്ഡം ഓഫ് ദ മൊമെന്റ് എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നില്ലേ? അപ്പം പൗലോസിനറിയാം ഇവരുടെ ഇടയിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. പത്രോസിന് അറിയത്തില്ല. ഇവർ രണ്ടുപേരും 2 സുവിശേഷമല്ല, സെയിം സുവിശേഷം, ബട്ട് മെത്തേഡ് ഈസ് ഡിഫറെന്റ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇവിടെ നിന്നല്ല, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദ ഗോസ്പൽ ഈസ് ദ സെയിം, ബട്ട് the way in which you present it differs. നീ അത് പ്രസന്റ് ചെയ്യുന്ന രീതി differs from communities to communities, nations to nations, cultural groups to cultural groups. That's all. Okay, thank you. That was a very convincing answer, sir. No problem.
ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. യെസ്. ഒരു മത്തായി സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വചനം യേശു കർത്താവ് പറഞ്ഞതാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു വൈരുദ്ധ്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? നമ്മൾ അതിന്റെ ഈ വാക്കുകളുടെ അർത്ഥവും അതിൽ ഉദ്ദേശിച്ച കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കിയത് വലിയൊരു കനൻഡ്രം ഒന്നും അല്ലത്, സോൾവ് ചെയ്യാൻ കഴിയാത്ത സംഗതി, ഒരു ചെറിയ കാര്യമുള്ളൂ. എന്താണെന്നറിയാം, ഒന്ന് സ്വർഗരാജ്യം എന്നവിടെ പറഞ്ഞിരിക്കുന്ന ദൈവസഭയെ പറ്റിയാണ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. ഇനി ദൈവരാജ്യത്തിന് വേറൊരു വൈഡർ മീനിങ് ഉണ്ട്. യഹൂദനും ദൈവസഭയും എല്ലാം ഉൾപ്പെടുന്ന വൈഡർ കിങ്ഡം ഓഫ് ഗോഡ്. അത് ഈ ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചക്കാലം നമ്മളത് കാണും. ഭൂമിയിലെ 1000 ആണ്ട് വാഴ്ചക്കാലം നമ്മളത് കാണും. അതിനുശേഷം സ്വർഗത്തിൽ നമ്മളത് കാണും. അതിനു മുമ്പ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുന്നതിന് മുമ്പും സ്വർഗത്തിൽ നമ്മളത് കാണും. എന്നറിയാമോ? ദൈവസഭ കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്, ബാക്കിയുള്ള വീട്ടുകാരാണ്. അപ്പം ഒരു വീട്ടിൽ ഒരു വിവാഹം നടക്കുമ്പോൾ വിവാഹ സ്ഥലത്തെ ഏറ്റവും പ്രധാന ഐക്കൺ, ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ആ മണവാട്ടിയാണ്. മണവാളിന്റെ സ്നേഹിതൻ ഈ മണവാളിനേക്കാൾ പണക്കാരനാന്നിരിക്കട്ടെ, മണവാട്ടി അവൻ്റെ അടുത്ത് പോയി നിൽക്കുമോ? ഇവനെ ഇച്ചിരിയുടെ പൈസ ഉള്ളവരെന്ന് പറഞ്ഞ് ഇല്ല. മണവാട്ടിയാണ് ഐക്കൺ. കുഞ്ഞാടിന്റെ കല്യാണ ദിവസം വരുമ്പോൾ അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും പന്തിയിലിരിക്കുക. സ്ത്രീകളും ജനിച്ച പോലെ ഏറ്റവും വലിയ മനുഷ്യനായ യോഹന്നാൻ സ്നാപകൻ അവരോടൊപ്പം പന്തിയിലിരിക്കും. എവിടെ കയറിയിരിക്കത്തില്ല? മണവാട്ടിയുടെ അടുത്ത് കയറിയിരിക്കത്തില്ല. മനസ്സിലായി? അപ്പം സ്ത്രീകളും ജനിച്ച പോലെ ഏറ്റവും വലിയവനായ യോഹന്നാൻ സ്നാപകൻ, ഒരു സംശയമില്ല. പക്ഷെ കിങ്ഡം ഓഫ് ഗോഡ് അതിൻ്റെ ഫുൾ പവറിൽ ആക്ടിവേറ്റ് എന്ന് തുടങ്ങും. ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഫുൾ പവറിലല്ല, ഫുൾ പൊട്ടൻഷ്യൽസിലല്ല ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ദൈവസഭയായിട്ട് അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഫോർമേറ്റീവ് പീരീഡ് നടക്കുക. ഇനി അതിൻ്റെ ഫങ്ഷണൽ പീരീഡ് എന്ന് പറഞ്ഞാൽ അധികാരം നടത്തുന്ന സമയമാണ്. വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അല്ലേ? ആ അധികാരം നടത്തുന്ന സമയത്ത് ദൈവസഭയുടെ ഫുൾ പവറിൽ വർക്ക് ചെയ്യുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ആ രാജ്യത്തിൽ വലിയ പൊസിഷനുള്ള ആളാണ്. പക്ഷെ അപ്പോഴും മണവാട്ടി തന്നെയാണ്. That is the complete answer of it. Okay. Complete answer of it. Thank you very much, sir. Welcome. Hope this session was a great blessings to all of you. തുടർന്നും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. We value and respect your questions. നിങ്ങളുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ അറിയിക്കുക. May God bless you all. Thank you once again, sir.